പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് മനസ്സിലാക്കാം. ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ ഇടുന്ന ഡിഫൻസ് ജോബ് ന്യൂസുകൾ നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസായ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 3-നാണ്. അതുപോലെ തന്നെ ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 5 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. കേരള PSC ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. വൺ ടൈം രജിസ്ട്രേഷൻ ത്രൂ ആണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ്. അതുപോലെ തന്നെ ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഫോർ SC/ST കാൻഡിഡേറ്റ് ഓൺലി. ഓക്കെ, അടുത്തതായിട്ട് ഇതിന്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 20,000 രൂപ മുതൽ 45,800 രൂപ വരെയാണ് സാലറി പറയുന്നത്. ഡിസ്ട്രിക്ട് വൈസ് തൃശ്ശൂരിലാണ് ഒരു വേക്കൻസി ഇപ്പോൾ വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിന്റെ റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളാണ്. ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, സ്ഥിര ജോലിയാണ്. ഏജ് ലിമിറ്റ് 19-നും 36 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 2/1/1985-നും 1/1/2002-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. 2 ദിവസവും ഉൾപ്പെടെയാണ് പറഞ്ഞിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ ഹൈറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മിനിമം 160 സെന്റിമീറ്റർ ഹൈറ്റും 76 സെന്റിമീറ്റർ ചെസ്റ്റും 5 സെന്റിമീറ്റർ എക്സ്പാൻഷനും കഴിവുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഐ വിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഐ വിഷനിൽ പ്രോബ്ലം ഉള്ളവർ മാത്രമാണെന്ന് ചെക്ക് ചെയ്യുക. ഇതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒരു ഡോക്ടറാണ് ഫില്ല് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. അതുപോലെ തന്നെ ഈ ഐ വിഷന്റെ കാര്യങ്ങളും എല്ലാം മെഡിക്കൽ ഓഫീസറാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇവന്റ്സ് നോക്കിയാണെങ്കിൽ 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ത്രോയിങ് എ ക്രിക്കറ്റ് ബാൾ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്പ്, 1500 മീറ്റർ റണ്ണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട്. 2.5 കിലോമീറ്റർ 13 മിനിറ്റിൽ ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ട രീതി എന്ന് പറയുന്നത് കേരള PSCയുടെ www.keralapsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഐഡന്റിറ്റി പ്രൂഫായിട്ട് ആധാർ കാർഡ് തന്നെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 5/5/2021 മിഡ്നൈറ്റ് 12 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടുള്ള സമയവും പറഞ്ഞിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, എത്രയും വേഗം തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.